മൈസൂരിൽ താനും മനസ്സിലായി. രാത്രിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ രാവിലെ കുറച്ച് സെറ്റായി കിടപ്പുണ്ട്. അത് അമ്മയാണ്. ഞങ്ങൾ ആദ്യം കെട്ടിയൊന്നും ജീവനില്ല, ഡമ്മി ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും. എൻ്റെ 7 days ട്രിപ്പിൽ ഫസ്റ്റ് ഡേ ഞാൻ കാലൊടിഞ്ഞ്. ഹലോ ഹലോ ഇതാണ് എല്ലാവർക്കും. ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം രാത്രി നമ്മൾ മൈസൂരെത്തിയിട്ട് നമ്മളിപ്പോൾ മുറിയിൽ ഇപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നാനുവിനെ ഒരുക്കുകയാണ് അവള്. ഇന്നലെ വളരെ കുറച്ച് ദൂരെ നമ്മൾ സഞ്ചരിച്ചോളൂ, പക്ഷെ പതുക്കെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് വന്നത്. നല്ല കാഴ്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. മൃഗങ്ങളും ഒക്കെ ആയിട്ട് മസനഗുഡി ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പം അത് നല്ല രസമാണ്. അപ്പം പയ്യാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് രാത്രിയായി നമ്മളിവിടെ എത്തിയപ്പം രാവിലെ എണീറ്റ് നമ്മൾ മൈസൂർ പാലസും ഒക്കെ കാണാനുള്ള പ്ലാനിലാണ്. ഫുള്ള് വീഡിയോയിൽ ത്രൂ ഔട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുക. ഓക്കെ. ഇന്നലെ രാത്രിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ രാവിലെ കുറച്ച് സെറ്റായി കിടപ്പുണ്ട്. സെറ്റായിട്ട് കിടപ്പുണ്ട് ഇപ്പൊ രാവിലെ. ഇനിയിപ്പം കോള് മാറണമെന്തോ അറിഞ്ഞൂടാ. വലിയ ഉപകാരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യുമ്പോൾ കരയണതല്ല, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അങ്ങനെ സഫോക്കേഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവളെ പുറത്തേക്ക് കൊണ്ട് ഇറക്കാറുണ്ട്. ഇറക്കുമ്പോഴത്തേക്ക് അവൾ ഓക്കെ, പിന്നെ കയറി ഉടനെ ഉറങ്ങുകയും ചെയ്യും. ഇന്നലെ ഇങ്ങാറ്റുപോലെ ഉറങ്ങിയല്ലേ. വന്നിട്ട് ഒരു ചെറിയ പൊടിപ്പ് പൊടിച്ചു, പക്ഷേ കുഴപ്പമില്ല, വലിയ പൊടിപ്പായിരുന്നു. റെസ്റ്റോറൻറ്റ് കയറിയാണ് കേട്ടോ കർണാടകയിൽ. ഒരു കാര്യം കാണിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഡമ്മി ആയിരിക്കും കാണിച്ചു. അത് അമ്മയാണ്. ഞങ്ങൾ ആദ്യം കെട്ടിയൊന്നും ജീവനില്ല, ഡമ്മി ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും. നമ്മളെ താജിയാണ്, താജി ഡിഷാണ് ഓർഡർ ചെയ്തത്. തേനാണ്, നെയ്യാണ്. മൈസൂർ പാലസ് എത്തിയിരിക്കുന്നു. ഇമ്മുത പഞ്ഞിമുട്ടായിക്ക് തിന്നിട്ട്. കൊള്ളായിരുന്ന പഞ്ഞിമുട്ടായി? കൊള്ളായിരുന്ന? സൂപ്പറായിരുന്ന? ഗാർഡൻ. ഇതാണ് നമ്മുടെ കൊട്ടാരം. പണ്ടേ ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഒരു തവണ വന്നതാണ്. എൻ്റെ 7 days ട്രിപ്പിൽ ഫസ്റ്റ് ഡേ ഞാൻ കാലൊടിഞ്ഞ് വീട്ടിൽ പോയത് കാരണം എനിക്ക് മൈസൂർ പാലസ് കാണാൻ പറ്റിയില്ല. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമായിരുന്നു. അങ്ങനെ ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മൈസൂർ പാലസിലെത്തിയിരിക്കുന്നു. ഫാനോ ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്. രാജമണ്ഡപമായിരിക്കും.
രാജാവിനും മന്ത്രിമാർക്കൊക്കെ സംസാരിക്കാനുള്ള സ്പേസ്. മുകളിലെല്ലാം ചിത്രങ്ങളാണ് കേട്ടോ, കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ്. നാനു നാനു വണ്ടി പാസ് മൈസൂരിൽ ദാനു. ഓ മനസ്സിലായി. പറയും വ്ളോഗ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു? നമ്മൾ മൈസൂർ പാലസിൽ നിൽക്കുന്നു. അപ്പൊ നമ്മള് മൈസൂരുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മള് അന്ന് തന്നെ ഇന്ന് തന്നെ നമ്മള് ശ്രീരംഗപട്ടണം വഴി ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. ഇന്ന് വൈകുന്നേരം റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയി ബാംഗ്ലൂരിൽ പോയി ഈവനിങ് നമുക്ക് കാണാൻ പറ്റുന്ന പ്ലേസുകളെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മള് അങ്ങനെ ബാംഗ്ലൂർ കർണാടകയിൽ തന്നെയല്ലേ? അപ്പൊ നമ്മള് കർണാടകയിലെ മൈസൂരിൽ നിന്ന് അടുത്ത് ബാംഗ്ലൂരിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ വഴിയാണ് കേട്ടോ പോകുന്നത്. നല്ല റോഡാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്തുമെന്നാണ് തോന്നുന്നത്. ഏതുവരെ റോഡുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ വരെ കാണുമായിരിക്കും. മൈസൂർ ബാംഗ്ലൂരിൽ കണക്ട് ചെയ്യുന്ന ഹൈവേ അല്ലേ. ബാംഗ്ലൂര് എത്തിയ പോലെ തന്നെ ബ്ലോക്കും ഭീകരമായ ബ്ലോക്കാണ്. അതിൻ്റെ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി ഏകദേശം നമുക്ക് 1.5 മണിക്കൂറോളം സമയം വേണം. ഇവിടത്തേക്ക് നമ്മൾ സിഗ്നൽ ലൈറ്റിൽ കൂടുതൽ 2 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെയാണ് സിഗ്നൽ ലൈറ്റ് ചില സ്ഥലങ്ങൾ. ഇപ്പോൾ ഇതുവരെ വന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള ട്രാഫിക്കും പ്രശ്നങ്ങളും ഉള്ളത് ബാംഗ്ലൂരാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൊച്ചി ഉണ്ടല്ലോ, നമ്മൾ കൊച്ചിയിലും നല്ല ഇത്ര പ്രശ്നമില്ല. ഇത് ഏത് സൈഡിൽ കൂടെ ആരൊക്കെ വരണം ഒരു പിടുത്തമില്ല. നമ്മളൊക്കെ ട്രാഫിക് റൂൾ ഏകദേശം കുറെയെങ്കിലൊക്കെ ആൾക്കാർ നോക്കാറുണ്ട്. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ലെഫ്റ്റിലോട്ട് ഒതുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റിൽ കൂടെ പറന്നു വരും. അതിപ്പോ റോഡ് ക്രോസ് ചെയ്യണം. അങ്ങോട്ട് പോകുന്നവരും മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ തോന്നും.